ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സൺഡേ ആഫ്റ്റർനൂൺ മുതൽ ഈവനിങ് വരെയുള്ള കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ ലോഗൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നൊന്ന് അറിയിക്കണേ കമൻറ്റിലൂടെ. ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. ഫിഷ് ഫ്രൈയും കഞ്ഞിയും അച്ചാറും ഉണ്ടാക്കി. നമുക്ക് സൺഡേ സ്പെഷ്യലാണ് കഞ്ഞി. ആർക്കൊക്കെ സൺഡേ സ്പെഷ്യൽ കഞ്ഞിയാണെന്ന് അറിയിക്കണേ കമൻറ്റിലൂടെ. നമുക്കിന്നൊരു ചരിത്രം കേൾക്കാം. ആരുടെ ചരിത്രം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ പേടിച്ചവരെ, അതായത് ഭയപ്പെട്ട് ജീവിച്ചവരെ ചരിത്രം നമുക്ക് കേൾക്കാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി 1 മണിയോ 2 മണിയോ സമയത്ത് നല്ല എല്ലാവരും ഉറങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ ആ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുമായിരുന്നു. ആ കരയുന്ന ശബ്ദം കേട്ട് ആയിഷ ബീവി എണീറ്റ് ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, അല്ല നബിയെ, നിങ്ങളുടെ ഉമ്മത്തി, അതായത് നിങ്ങളുടെ സമുദായത്തിലുള്ളവർ ആരെങ്കിലും ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, പാപങ്ങൾ ഓർത്ത് കരയുമല്ലേ ദുനിയാവിൽ, അവർക്ക് ഹിസാബില്ലാത്ത സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. സ്വഹാബിയരുണ്ടായിരുന്നല്ല, അള്ളാഹുവിനെ എന്നും ഭയപ്പെട്ട് കരയുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും അള്ളാഹുവിനെ പേടിച്ച്, അതായത് ഭയപ്പെട്ട്, അതായത് വിചാരണയെ ഓർത്ത് ഭയപ്പെട്ട് കരയുമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു മരം ആയിരുന്നെങ്കിൽ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉണങ്ങിയ മരം ആയിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ല എങ്കിൽ അതും സുഖമായിരുന്നു, എന്തൊരു സുഖമായിരുന്നു എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലെ ചങ്ങാതി എന്ന് പറയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരലോകത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്തു കരയുമായിരുന്നു. ഇവർ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹിസാബിനെക്കുറിച്ച് പേടിച്ച് ഭയപ്പെട്ട് ജീവിച്ചവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയുടെ മകൻ അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അവരും കരഞ്ഞ് അവരുടെ കണ്ണ് ദൃഷ്ടിയെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ ദുനിയാവിലുണ്ടായ സമയത്ത് തന്നെ ഇവർക്ക് അള്ളാഹുവിൻ്റെ മുത്തുനബി പറഞ്ഞതാണ്, നിങ്ങൾക്ക് സ്വർഗം 100% നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞവരാണ് അള്ളാഹുവിനെ പേടിച്ച് കരയുന്നവർ. അപ്പോൾ നമ്മളൊന്ന് ഓർക്കേണ്ടത്, നമ്മളെന്തായിരിക്കും, നമ്മളുടെ അവസ്ഥ എന്ത്? ഒരു ദിവസമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ തൊട്ടേ വൈകുന്നേരമുള്ള നമ്മൾ ഉറങ്ങുന്നവരെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്ത ഒരു കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങളുണ്ടോ? ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ ആലോചിച്ച് ഒന്ന് ഉറങ്ങാം. നമ്മൾ ആരെയെങ്കിലും ഗീബത്ത് നമീമത്ത് ഫിത്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിച്ചിട്ട് നമുക്ക് അന്നത്തെ ദിവസം ഉറങ്ങാം എന്ന ഒരു നല്ലൊരു റുട്ടീന് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാം. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വീട്ടിലൊരു ഷോ പീസ് ഉണ്ടായിരുന്നു. അത് അൺബോക്സ് ആക്കിയിട്ട് അതെന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതിൽ എനിക്ക് ഇങ്ങനെ തിരിക്കുന്ന ഇഷ്ടപ്പെട്ട്, അപ്പോൾ അത് മാത്രം ഞാൻ എടുത്ത് വെച്ച് ബാക്കിയൊക്കെ എടുത്ത് മാറ്റി വെച്ച്. മാഷാ അല്ലാഹ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൺഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അഗർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ, ഇതിന് പേര് അഗർ എന്നും ഉണ്ട്, പിന്നെ ചൈന ഗ്രാസ് എന്നും ഉണ്ട്. അപ്പോൾ ഇത് 10 ഗ്രാമിൻ്റെ അഗറായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് കട്ടാക്കി പാനിലോട്ടിടാം. നമുക്ക് ഒരു 1/4 ലിറ്റർ വെള്ളം മതി അതിന്. എന്നിട്ട് നമുക്ക്
അതിനൊന്ന് ഗ്യാസിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതിൽ 5.5 സ്പൂൺ എന്തോ മധുരം ഇട്ട്, അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ഇടാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് റുഹബ്സ എന്തെങ്കിൽ റുഹബ്സ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് കളർ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൽ കളർ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഇടാം. മഞ്ഞയോ പച്ചയോ ചുവന്നതോ ഏത് കളർ വേണോ ആ കളർ ഇടാം. അപ്പോൾ ഞാൻ റുഹബ്സ ഉണ്ടായിരുന്നു, അപ്പോൾ അത് 1 സ്പൂൺ അതിലോട്ട് ഒഴിച്ച്, അപ്പോൾ നമുക്ക് റെഡ് കളർ കിട്ടും. ഇല്ല നമുക്ക് ആപ്പിൾ ക്രഷോ എന്തെങ്കിലും ക്രഷ് ഉണ്ടെങ്കിൽ അതും ഇടാം. അതിട്ടാൽ നമുക്ക് ആ ടേസ്റ്റിൽ ആ ചൈന ഗ്രാസ് ആയി കിട്ടും. അപ്പോൾ ചൈന ഗ്രാസിന് ഒരു ടേസ്റ്റും ഒന്നുമില്ല. നമ്മൾ അതിനിട്ട് കൊടുക്കുന്ന ആ ടേസ്റ്റ് അത് കൊണ്ടുവരും. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ ഇട്ട് ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമുക്കെന്ത് പുഡിംഗ് ട്രേ ഏതുണ്ട്, പുഡിംഗ് ട്രേയേ വേണമെന്നൊന്നുമില്ല, നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പുഡിംഗ് ട്രേ ഉണ്ടായിരുന്നു, അതിലൊഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അത് തണിഞ്ഞ് കിട്ടും, നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടും. തണിയുന്ന സമയത്ത് തന്നെ അതുപോലെ അത് സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് തണിയാൻ വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ നമുക്ക് 1 ലിറ്റർ പാലെടുക്കാം. പാല് തിളപ്പിച്ച് ആറിയ പാലിനെ എടുത്ത് അരിച്ച് എടുക്കാം പാല്. എന്നിട്ട് നമുക്ക് അതിലൂടെ 1/4 കപ്പ് പഞ്ചസാര ഇടാം. അധികം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് അധികം ഇടാം. നമുക്കിത് കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് റുഹബ്സ കുറച്ച് ഒഴിക്കാം. അതില്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ക്രഷ് ഉണ്ടെങ്കിൽ ഒഴിക്കാം. പിന്നെ ഇപ്പോൾ ഇനി നമുക്ക് നല്ല വേവിച്ചെടുത്ത സാഗു നമുക്കതിലിടാം. സാഗുവിൻ്റെ മലയാളത്തിൽ പറയുന്നത് ചവ്വരി എന്നാണ്. ചവ്വരി നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ പാലിലോട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ റുഹബ്സ ഒഴിക്കാം. 1 സ്പൂണ് റുഹബ്സ. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പുഡിംഗ് ഉണ്ടല്ലേ, അപ്പോൾ ആ പുഡിംഗ് നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞായിട്ട് കട്ടാക്കി എടുക്കാം. റുഹബ്സ മിക്സാക്കി വെച്ച പാലിലോട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ടാക്കിയ ചൈന ഗ്രാസിനെ അതിൽ നമുക്ക് മിക്സാക്കാം. ഒരേ കളർ
അപ്പോൾ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നവർക്ക് തണുപ്പിച്ച് കുടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് റമദാൻ മാസത്ത് നോമ്പ് തുറക്കാനെല്ലാം കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്. അപ്പോൾ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുന്നവർ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബി പോസിറ്റീവ് ആൻഡ് ബൈ.